ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങളുടെ ഷാരു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതേന്ന് നല്ല അടിപൊളി മാന്തൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാന്തൾ വെച്ച് ഞങ്ങൾ അടിപൊളി ഒരു മുളകിട്ട കറി ഉണ്ടാക്കാൻ പോകുന്നു. ഉണ്ടാക്കുന്നത് ആരുമല്ല, ഇവളാണ് ഉണ്ടാക്കുന്നത്. ഇവള് അടുക്കളയിൽ ഭയങ്കര സജീവമായിട്ട് തള്ളി വറക്കുകയാണെന്ന് വിചാരിക്കണ്ട, പക്ഷെ തള്ളാണ്. ഇവൾ അടിപൊളിയായിട്ട് മീൻകറി വെക്കും. പിന്നെ ഇവളത് അടിപൊളിയായിട്ട് ടേസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങൾ മീൻകറിക്കുള്ള എന്താണ് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ എന്താടി പറഞ്ഞോ, പച്ചമുളക്, പുളി, ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഓക്കെ, ഇത് നമ്മുടെ ഏതാ പറ അവിടുത്തെ കോഴിക്കോട് സ്പെഷ്യൽ, കോഴിക്കോട് താമരശ്ശേരി സ്പെഷ്യൽ മീൻകറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ വീട്ടിൽ ആകെയുള്ള ഒരു മടിച്ചി എന്ന് പറയുന്നതാണ് കണ്ടാ, ഇതാണ് ഇവളുടെ മെയിൻ ആയിട്ടുള്ള ഹോബി. ഇവള് ടെസ്റ്ററാണ്, ഈ വീട്ടിലത്തെ ടെസ്റ്റർ. പക്ഷെ ടെസ്റ്റർക്ക് എന്താ അറിയില്ല, എത്ര കഴിച്ചാലും ശരീരത്തിൽ പിടിക്കൂല. അപ്പോൾ ഗൈസ്, നമ്മൾ മീൻകറിയിലേക്കുള്ള പച്ചമുളക്, തക്കാളി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി ചതച്ചതാണ്, ചതച്ചത് ഇച്ചിരി ചതവ് കുറച്ച് കയറി പോയി, എന്നാലും കുഴപ്പമില്ല. കറിവേപ്പിൻ്റെ എല്ലാം, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഓക്കെ, അപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡിയാണ്. ഇച്ചിരി കുടംപുളി ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. അല്ല ഗൈസ്, ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. ഉലുവടണ്ടേ? അത് ഇഞ്ചിയാണ് കേട്ടോ ഗൈസ് ഇട്ട, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് വഴറ്റണം. എങ്ങനെയാ ശാലിഷ്ണ? അവള് ഡിസ്റ്റർബ് ചെയ്തില്ല ഗൈസ്, അവള് ഫുഡ് ഉണ്ടാക്കണതിൽ ഭയങ്കര എക്സ്പേർട്ടാണ് എന്നൊക്കെയാണ് തള്ളു. ഉറക്കെ പറഞ്ഞോട്ടോ, ഞാൻ പറയുന്നത്. കുറച്ച് കറിവേപ്പില ഫയർഫോഴ്സിനെ വിളിക്കണം ഗൈസ്. അപ്പൊ ഇത് സെറ്റായിട്ടുണ്ട്. അധികം ഇതാവണ്ട, കരിയണ്ടല്ലോ. പച്ചമുളക് അശ്വതിന്റെ മീൻകറിയുടെ സ്മെല്ല് കേട്ട് ഓരോരുത്തരായി വന്ന് നോക്കുന്നുണ്ട് ഗൈസ്. തക്കാളി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചീ എന്നുള്ളൊരു സൗണ്ട് വരുന്നുണ്ടോ? എല്ലാ തക്കാളിക്കും ഉണ്ടാവില്ല. ഇത് ഒന്നുകൂടി ഒന്ന് സിനിമ എടുക്കണം. ഇടുന്ന സമയത്തൊക്കെ തീ സിമ്മിലിടാം. അപ്പൊ ഉറക്കെ പറഞ്ഞിട്ടോ, അവർക്ക് അറിയില്ല. ഇടുന്ന സമയത്ത് തീ സിമ്മിലിടാം. വാവ്, അങ്ങനെ ഞങ്ങൾ വാവ് മീൻകറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാം. മീൻ ഇതേ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. അശ്വതി അടിപൊളിയായിട്ട് അതിന്റെ മസാല ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ വാവ് മീൻകറി ഏതാനും നിമിഷത്തിനുള്ളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതും വാവ് ആയിട്ടാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. വാവ്, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. അജിഷ്ണ, വാവ് സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വാവ് കുഞ്ഞുള്ളി അടുത്തതായി നമുക്ക് അതിലേക്ക് വേണ്ട എന്താ മല്ലിപ്പൊടിയാണ്. ഓക്കെ ഗൈസ്, മല്ലിപ്പൊടി ഇടാം. പൊടികളൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, തുള്ളി ഗരം മസാല. ഓക്കെ, വേറെ ആയിക്കോട്ടെ. മഞ്ഞപ്പൊടി ഇടണ്ടേ? മഞ്ഞപ്പൊടി ഇടാം. നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ട്. അപ്പൊ മഞ്ഞപ്പൊടി ലാസ്റ്റ് സ്റ്റേജിലാണ് ഗൈസ് ഇടുന്നത്. ഓക്കെ ഗൈസ്, എന്തെങ്കിലും കാട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ വാവ് താമരശ്ശേരി മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാം ഗൈസ്. നല്ല സോറി, ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, മഞ്ഞപ്പൊടി ഇട്ടാണ്. അടുത്തതായി നമ്മൾ ഇടാൻ പോകുന്നത് ഗായ്സ് കൊടംപുളിയാണ് ഗായ്സ്. നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് കൊടംപുളി. നിങ്ങൾ ഇത് കാണുക ഗായ്സ്, കൊടംപുളി അതിന്റെ വെള്ളം അതിലൊഴിച്ച് ഗായ്സ്. കൊടംപുളി ഇടുന്നത് മീനിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പൊ നമ്മളങ്ങനെ ഇച്ചിരി പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മലപ്പുറം ചില ഏരിയാസിലൊന്നും കൊടംപുളി അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം
ഗൈസ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എത്ര വീട്ടിൽ എത്ര ഗസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞങ്ങൾ കല്ലുപ്പാണ് ചേർക്കണേ. നമുക്ക് നോക്കിയിട്ട് അപ്പൊ ഞാൻ അതൊന്ന് ആ ചാറൊന്ന് തിളച്ച് വരണം. അടച്ചു വെച്ച് തിളപ്പിക്കണം കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മള് ഞങ്ങളുടെ മീൻകറിന്റെ സ്മെല്ല് കേട്ടിട്ട് അടുക്കളയ്ക്ക് കഴിക്കാൻ ഓടിയെത്തിയ നന്ദി സ്വാഗതം. ഗൈസ് അപ്പൊ മീൻ ഇടാൻ പോകും. അടുത്ത് ഞങ്ങളുടെ ദൗത്യം മീൻ ഇടാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ വാവ് മീൻകറി മീൻ തിളച്ച വന്ന വെള്ളത്തിൽ അപ്പൊ ഞങ്ങളെ മീന് വെള്ളത്തിൽ ചാടിയാണ്. നമുക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ശരി. അപ്പൊ എന്നാക്ക് തന്നപ്പോ സമാധാനം. അപ്പൊ നമുക്ക് ഇതിന്റെ അടച്ചു വെക്കുന്നത് വേവാടെ സ്വയം മീനിന് കൊടുക്കാം. അപ്പൊ മീൻ സമാധാനമായിട്ട് വെള്ളത്തിൽ കിടന്നു അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എടുത്തിട്ട പാത്രങ്ങൾ കഴിക്കില്ലെങ്കിൽ പാത്രം കഴിക്കുന്ന ഡ്യൂട്ടി ഇതേപോലെയാണ് ഗൈസ്. അപ്പൊ ഈ വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നത് ഇവൾ തന്നെയാണ് ഗൈസ്. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അവൾ അന്തസ്സായിട്ട് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവള് പാത്രം കഴിക്കട്ടെ ഗൈസ്. അപ്പോഴേക്ക് നമ്മുടെ മീൻകറി തിളച്ച്. അപ്പൊ ഈ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ചേച്ചിടുന്ന ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാൻ സംതൃപ്തിയായി ഗൈസ് എനിക്ക്. അപ്പൊ ഗൈസ് അപ്പൊ ഈ സമയം കൊണ്ട് എല്ലാവരും ഇന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. ഓക്കെ. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് മീൻകറി ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക് വന്നു ഗൈസ്. അപ്പോൾ അത് നല്ല ചക്ക ജാമാണ്. ഇവിടെ ഹോം മെയ്ഡ് ഉണ്ടാക്കിയതാണ് ഗൈസ്. അടിപൊളി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ഗൈസ്. പക്ഷെ ബ്രെഡ് ഇല്ലാത്തതാണ് ഞങ്ങൾ ബ്രെഡ് ടേസ്റ്റ് ചെയ്താണ്. നല്ല അടിപൊളിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ടിടാം. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പൊ കുറച്ച് ഇടാം. ഇതൊന്ന് അടച്ചു വെക്കാം. കുറച്ചും കൂടി ഒന്ന് വേവാൻ. പിന്നെ അല്ല ഇടാം. എന്ത് വേണ്ട. മീൻകറിയുടെ സ്മെല്ല് അടിച്ചിട്ട് ഇതേ പുറത്തുള്ള അച്ഛനും വല്യച്ഛനും വല്യമ്മയും മാമനും എല്ലാവരും എടുത്തുണ്ട്. ഇത് ഞങ്ങളുടെ അമ്മായി. ഇത് ഞങ്ങളുടെ വാവ് വല്യച്ഛൻ. ഇത് ഞങ്ങളുടെ വാവ് മാമൻ. ഇത് വാവ് വല്യമ്മ. നമ്മളെ മീൻകറി ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീൻകറി ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്. ഇച്ചിരി ചാറൊക്കെ വെച്ച് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് രാവിലെ നമ്മുടെ മീൻകറി ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ വല്യച്ഛനും മാമനുമാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്തായാലും കുട്ടികൾ വെച്ച എന്തൊരു വിഭവം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാൻ പറ്റും. കാരണം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ന്യൂ ജനറേഷന്റെ കാലഘട്ടമാണല്ലോ. നമുക്ക് പഴയ കാലത്തിലേക്ക് ഒന്ന് മടങ്ങാൻ നോക്കാം. എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് വരും പറയാം. ഓക്കെ. ടേസ്റ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവില്ല. എന്നാലും നല്ല ഉണക്ക മീനിന്റെ തല അല്ലേ. ഓക്കെ. എന്താണ് ഉണക്ക മീനിന്റെ പച്ചമുളക് പുളി എന്നിവ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എന്തായാലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഓക്കെ. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. മീൻകറി എന്താണ് മാന്തൾ. ഫാന്റാസ്റ്റിക് മാന്തളാണ്. എന്തായാലും നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള മാന്തൾ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് പല മീനുകളും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിൽ പോലും ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള മീൻ തന്നെയാണ്. മാന്തൾ പറയാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്ന പേരാണ് മാന്തൾ. നല്ല അടിപൊളി. താങ്ക് യു. ഓക്കെ.
എന്താണ് ഇതുവരെ ഈ ഒരു കുറച്ച് കാലങ്ങളോടെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു കറികളൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഇതൊക്കെ വീഡിയോ ചെയ്തുള്ള ആ കുട്ടികൾക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മൾ ഇതുവരെ നമ്മൾ പുറമെ നമ്മൾ പോയിട്ടുള്ള ഭക്ഷണമൊക്കെ തന്നെ നമുക്കറിയാൻ പറ്റും വളരെ രീതിയിലുള്ള ഹാനികരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക, സ്വയം പാചകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ഹോട്ടലിൽ നിന്നുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതുപോലെ നല്ല നല്ല ഫുഡ് ഐറ്റംസ് നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് ഷാലൂസ് വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കൂടുതൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ 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 ബൈ.